രാധേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. 2026 ജൂൺ 11 വ്യാഴാഴ്ച അഥവാ ഇടവമാസം 28 പുരുഷോത്തമ മാസത്തിലെ രണ്ടാമത്തെ ഏകാദശിയായ പരമ ഏകാദശിയാണല്ലോ. പരമ എന്ന വാക്കിലൂടെ മനസ്സിലാക്കേണ്ടത് ശ്രേഷ്ഠമായ, ഉന്നതമായ, മഹത്വമേറിയ എന്നൊക്കെയാണ്. നമ്മളെല്ലാ ഏകാദശി അനുഷ്ഠാനങ്ങളുടെയും പരമമായ ലക്ഷ്യം, ഏകലക്ഷ്യം പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുക എന്നത് തന്നെയാണ്. അതായത് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണെന്ന് മറന്നുപോയതായ ഒരു ജീവനെ അതിലേക്ക് തിരികെ നയിക്കുന്ന ആത്മീയ വാതാലയമാണ്, അല്ലെങ്കിൽ ആത്മീയ വാതലാണ്, അഥവാ ജീവിതം തന്നെ മാറ്റിത്തരുന്ന ഒരു ഏകാദശിയാണ് പരമ ഏകാദശി. ഏകാദശി വ്യാഴാഴ്ച ആയിരുന്നു. വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹം, അതുപോലെ കുബേരനും അനുഷ്ഠിച്ച ഒരു ഏകാദശിയാണ്. അപ്പോൾ കുബേരൻ്റെ അനുഗ്രഹം അഥവാ സാമ്പത്തികാഭിവൃദ്ധി ഒക്കെ ഉണ്ടാകുന്നു ഇതിലൂടെ. പിന്നെ നമ്മൾ ജീവിതത്തിൽ എത്ര സമ്പാദിച്ചു, എത്ര സ്ഥാനമാനങ്ങൾ, പ്രശസ്തി, അതുപോലെ ബന്ധുജനങ്ങൾ ഒക്കെ ഉണ്ട് ആയാലും മനുഷ്യജന്മം കിട്ടിയിട്ടും ഭഗവാനെ അന്വേഷിക്കുവാനും അറിയുവാനും സാധിച്ചില്ല എങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ദാരിദ്ര്യം. അപ്പോൾ ആ പരമഗതി ഭഗവാൻ എന്ന ആ സത്യത്തെ അറിയുവാനും അനുഭവിക്കുവാനും എന്ത് വേണം? നമുക്ക് നിരന്തരമായ പ്രയത്നം ആവശ്യമാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല പല പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരും. ആ സമയത്ത് തളർന്നു പോകാതെ വിശ്വാസത്തോടെ, വിവേകത്തോടെ, നിർമ്മല ഭക്തിയോടെ നിരന്തരം പ്രയത്നിച്ചാൽ ജീവൻ പരമമായ തത്വത്തെ അറിയാൻ പക്വമാവുകയും ആ സമയത്ത് ജീവൻ്റെ മുമ്പിൽ ഒരു ഗുരുതത്വം തെളിയും. ആ ഗുരുസ്വരൂപേണ ഉള്ള സജ്ജനത്തിലൂടെ നമുക്ക് പരമമായ സത്യത്തെ തിരിച്ചറിയുവാനും അനുഭവിക്കുവാനും അങ്ങനെ മനുഷ്യജന്മം സഫലമാക്കി തീർക്കാം. ശാശ്വതമായ നിത്യാനന്ദം നമുക്ക് പ്രദാനം ചെയ്യുന്നു എന്നൊക്കെയുള്ളതാണ് ഈ പരമമായ ഏകാദശി അനുഷ്ഠാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. നമുക്ക് ഏകാദശി ഒന്ന് സ്മരിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പ്രപഞ്ചസൂര്യൻ പ്രഥമാചാര്യൻ പ്രകാശമേകുന്നു, ആത്മസൂര്യൻ അകമേ ജ്ഞാന ജ്യോതിസായി നിൽപ്പൂ, മാനവനാര്യൻ മനസാവാച കർമ്മോത്സുകരായി ജീവിച്ചിടാൻ നമ്മെ നയിക്കുന്നവരോ ഗുരുനാഥന്മാർ, ഗുരുപാദത്തെ തുടരുന്നവരോ പടിപടിയായി ഉയരും, ഗുരുത്വമേറും നവരത്നത്താൽ ഗുരുഹാരം തീർക്കും, കർമ്മഭൂവാം ഭാരതഭൂമിൽ കർമ്മോത്സുകരായി നാം നമിക്ക സദ്ഗുരുപാദം ധന്യം ദർശനമതിമധുരം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പരമമായ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുവാൻ, പരമമായ സത്യത്തെ അറിഞ്ഞ് മനുഷ്യജന്മം സഫലമാക്കി തീർക്കുന്ന ഏകാദശി. അതുകൊണ്ട് ഏകാദശിയെ പരമ ഏകാദശി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2026 ജൂൺ 11 വ്യാഴാഴ്ച 12:57 അതിപുലർച്ചെ ആരംഭിച്ച് 11 രാത്രി 10:36 അവസാനിക്കുന്നു. ഹരിവാസര സമയം 11 11 ആണല്ലോ ഏകാദശി. ഏകാദശിയുടെ അന്ന് വൈകിട്ട് 5 മണിക്ക് ആരംഭിച്ച്
12-ാം തീയതി വെളുപ്പിനെ 3:51 വരെയാണ് ഏകാദശി ഇവിടെ അരിവാസര സമയമുള്ളത്. 11-ാം തീയതി ഏകാദശി എന്ന വൈകിട്ട് 5 മണി മുതൽ 12-ാം തീയതി വെളുപ്പിനെ 3:51 വരെ ആണ് ഹരിവാസര സമയം. പാരണ 2026 12-ാം തീയതി ജൂൺ മാസത്തിലെ 12-ാം തീയതി 6:04 ആരംഭിച്ച് 10-10:15 വരെയുള്ള സമയത്ത് പതിവായി കഴിക്കുന്ന തുളസി തീർത്ഥത്തിനോടൊപ്പം ഉണക്കലരിയോ അവലോ മലരോ ഇട്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഓരോ ഏകാദശിക്കും നമ്മൾ ഓരോ വ്രതകഥ പറയാറുണ്ട്. അതുപോലെ ഇതാ ഒരിക്കൽ സുമേധൻ എന്ന ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ പത്നി പവിത്ര വളരെ ശ്രദ്ധാഭക്തിയോടുകൂടി ഭഗവാനെ സേവിച്ചു വന്നു. എന്നാൽ അവർക്ക് വളരെയധികം ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. വളരെയധികം ക്ലേശം അനുഭവിച്ചപ്പോൾ നാട് വിടാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പവിത്രയ്ക്ക് നാട് വിട്ടു പോകാനൊട്ടും താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഭക്തി കൊണ്ട് അല്ലെങ്കിൽ വിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ പരമമായ സത്യത്തെ അറിയാൻ ആ ജീവിതങ്ങൾ രണ്ടും പക്വമായി എന്ന് വേണം മനസ്സിലാക്കാൻ. ആ സമയത്ത് കൗണ്ഡില്യ മഹർഷി അവരുടെ ഭവനത്തിലേക്ക് വരികയും അവരുടെ ആതിഥ്യ മര്യാദകളൊക്കെ കണ്ട് സന്തോഷിച്ച് അവരുടെ ദുഃഖം മനസ്സിലാക്കാൻ സാധിക്കുകയും അദ്ദേഹം ഇതാ പുരുഷോത്തമ മാസത്തിലെ ഏകാദശി വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. വ്രത അനുഷ്ഠാനത്തോടൊപ്പം രാത്രി ജാഗരണം ഉറക്കമിളച്ച് വ്രതാനുഷ്ഠിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. മുനിയുടെ നിർദ്ദേശപ്രകാരം അവർ ചിട്ടയോടുകൂടി പരമായ ഏകാദശി അനുഷ്ഠിക്കുകയും അതിൻ്റെ ഫലമായി അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുകയും ഭൗതികവും ആത്മീയവുമായ എല്ലാ ഉയർച്ചയും ഉണ്ടാവുകയും പിന്നീട് അവരെ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു എന്നുമാണ് കഥ. അപ്പോൾ മനുഷ്യജന്മം കിട്ടിയിട്ടും പരമമായ സത്യത്തെ അറിയാൻ സാധിക്കാതെ വരിക എന്നുള്ളത് തന്നെ ഒരു കണക്കിൽ നമുക്കൊരു ദാരിദ്ര്യമാണ്. പക്ഷേ അതിനെ തിരിച്ചറിഞ്ഞ് ആ സജ്ജനത്തിലൂടെ അത് മനസ്സിലാക്കുവാനും ആ മനുഷ്യജന്മം സരളാക്കി പരമമായ സത്യത്തിൽ എത്തിച്ചേരാനും അവർക്ക് സാധിച്ചു. അത് പരമപുരുഷാർത്ഥമായ ധർമാർത്ഥ കാമ മോക്ഷത്തിൽ എത്തിച്ചേരാൻ സാധിച്ചു എന്നാണ് വ്രതകഥ. ഈ വ്രതകഥ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി കേൾക്കുവാനും വായിക്കുവാനും മനസ്സിലാക്കുവാനും താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രത്യേകിച്ചും പാരണ വിടുന്ന സമയത്ത് ഈ കഥ സ്മരിച്ചാൽ വളരെ വിശേഷമായി പുരാണങ്ങളിൽ പറയപ്പെടുന്നതും ഈ അവസരത്തിൽ നമുക്ക് സ്മരിക്കാം. ഏതായാലും എല്ലാവർക്കും അവരുടെ പ്രായത്തിനും ആരോഗ്യത്തിനും അനുസരിച്ച് വ്രതമനുഷ്ഠിച്ച് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണ ഹുരാർപ്പ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിയെ സ്വഭാവാത് കരോമി യതിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹുരാർപ്പ ശരണം നാരായണ.